എൻ്റെ പേര് ഹേമന്ത്, 35 വയസ്സ്, 90 കിഡ്സ്. എൻ്റെ കല്യാണമൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വീട്ടുകാർക്കാണെങ്കിൽ അതിനെപ്പറ്റി യാതൊരു ചിന്ത പോലുമില്ല. ഇന്ന് വാലന്റൈൻസ് ഡേ. ഈ പൂവ് ഞാനൊരു പെൺകുട്ടിക്ക് കൊടുക്കും. എനിക്കെന്താ ലവർ വേണ്ടേ? എനിക്ക് ലവർ വേണം. എനിക്ക് കല്യാണം കഴിക്കണം. ആത്മവിശ്വാസം അതെനിക്കുണ്ട്. ഏതവനോ നിർത്തിയിട്ട് പോയ ബൈക്ക് ഇതുപോലെ വാങ്ങണം. ജംഗ്ഷനിൽ പെൺകുട്ടികളുടെ മുന്നിൽ ചീറിപ്പായണം. ഒരുപാട് വരുന്നുണ്ട്, ഒന്ന് നിന്നേക്കാം. അറ്റ്ലീസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ചിട്ട് പോക്കൂടെ? സ്കൂട്ടർ ലൈസൻസിന് വേണ്ടി കഷ്ടപ്പെടുന്ന പെൺകുട്ടി ഇവളെന്തിനാ കഷ്ടപ്പെടുന്നു? എനിക്ക് ലൈസൻസ് ഉണ്ടല്ലോ, എൻ്റെ പിറകിൽ നിന്ന് യാത്ര ചെയ്താൽ പോരെ? ഹായ്, അയ്യോ അവൾ എന്നെ നോക്കി. വീണ്ടും ആ പെൺകുട്ടി ഡ്രൈവിംഗ് തുറന്നു. ഈ സ്കൂട്ടർ വളച്ചൊടിക്കാതെ എന്നെ വളച്ചൊടിച്ചൂടെ? ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചുവന്ന ലിപ്സ്റ്റിക് ഇട്ട സുന്ദരി. ഞാൻ എൻ്റെ കയ്യിലെ റോസാപ്പൂവും എൻ്റെ മുഖത്ത് വരുന്ന ക്യൂട്ട് എക്സ്പ്രഷനും കാട്ടി അവളെ വളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൾ ഇടയ്ക്കിടെ പിറകിലുള്ള കിളവനെ നോക്കുന്നുണ്ട്. കിളവൻ എന്നെയും നോക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം ആളിക്കത്തുന്നു. കിളവൻ എന്നെയാണ് നോക്കുന്നത് എന്നുള്ള സിഗ്നൽ തന്നതാണ് ആ പെൺകുട്ടി. എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു പേടി വന്നു തുടങ്ങി. എൻ്റെ കാൽമുട്ട് വിറച്ചു. എനിക്കിനി ഇവിടെ ഒട്ടും നിൽക്കാൻ പറ്റില്ല. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി ഓടി. കിളികളുടെ ശബ്ദവും അണ്ണാറക്കണ്ണൻ ചിലപ്പം കേട്ട് ഞാൻ ഈ പാർക്കിൽ ഒരു പെൺകുട്ടിയെ നോക്കിയിരിക്കുവാണ്. അയ്യോ, അവളെന്നെ നോക്കി ചിരിച്ചു. എനിക്ക് പെട്ടെന്ന് നാണം വന്നു. ഞാൻ അവളെ നോക്കി ചിരിച്ചു. ആ ചിരി പെട്ടെന്ന് തന്നെ ഇല്ലാതായി. അവളുടെ കാമുകൻ പാർക്കിലോട്ട് കയറി വന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നു, ചിരിക്കുന്നു, ഒട്ടുരുമിയിരിക്കുന്നു. അവർ പാർക്കിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അവരുടെ സംസാരവും ചിരിയും കണ്ട് ഞാനാകെ മൂഡ് ഓഫ് ആയി. ട്രാഫിക്കിനിടയിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോയ്ക്കകത്തുള്ള പെണ്ണോട് ഇഷ്ടമാണെന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ ഓട്ടോക്കാരൻ എൻ്റെ സ്പീഡിൽ ഓട്ടോ ഇട്ടു. ഒരുപാട് ടെൻഷനോടെയും നിരാശയോടെയും ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഇവിടെയാണെങ്കിൽ മൊത്തം പെൺകിളികൾ. ഞാൻ ഒരു നിമിഷം കൺഫ്യൂഷനായിപ്പോയി. എന്നാലും ഞാൻ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒരു പെൺകുട്ടി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അവളുമായി കണ്ണുകൾ കൊണ്ടും കൈകൾ കൊണ്ടും പല കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടേയിരുന്നു. അവളൊരു ബസ്സിലോട്ട് കയറാൻ പോവുകയാണ്. അവളെന്നെ തിരിഞ്ഞു നോക്കി. ഞാൻ പിന്നീട് ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. ഞാൻ ആ ബസ്സിലോട് ഓടി കയറി. ബസ്സിലെ യാത്രയും പാട്ടും അവളുടെ നോട്ടവും എന്നെ ആകെ ഉലച്ചൊരു പ്രണയത്തിനാക്കി മാറ്റി. അയ്യോ, അവളുടെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഞാനും അവളുടെ പിന്നാലെ ഇറങ്ങി. അവളെന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവളുടെ അടുത്തേക്ക് പതിയെ നടന്നു നീങ്ങി. ഞാൻ കുട്ടിയെ ബസ്സിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഒന്ന് പോ ചേട്ടാ, ഇത് പ്രാങ്കല്ല, എനിക്കറിയാം. ഞാൻ യൂട്യൂബിൽ കാണാറുള്ളതാ. ചേട്ടൻ എന്നെ പറ്റിക്കാൻ നോക്കില്ല കേട്ടോ. ആത്മാർത്ഥതയോടെ പ്രണയം തോന്നുന്നു പറഞ്ഞപ്പോൾ അത് പ്രാങ്കാണെന്ന് പറഞ്ഞു ആ പെൺകുട്ടി എന്നെ തടഞ്ഞു. ഒരു നിമിഷം ഞാൻ യൂട്യൂബേഴ്സിനെ മൊത്തം ശപിച്ചു. അല്ല കുട്ടി, ശരിക്കും പ്രാങ്കല്ല. ഹാപ്പി വാലന്റൈൻസ് ഡേ. ചേട്ടൻ എന്തിന്റെ ബെസ്റ്റ് ആയിരിക്കും. താൻ വളരെ ഡീസൻ്റ് ആണെന്നും ടേബിൾ മാനേഴ്സ് ഉണ്ടെന്നും കാണിക്കാൻ ആഹാര സാധനങ്ങൾ പതുക്കെ കഴിക്കുന്നു. കട്ടൻ ചായയും ബ്രെഡ് പോക്കറ്റും ഐസ്ക്രീമും ഫലൂദയും അടങ്ങുന്ന വലിയൊരു മെനു ഉണ്ട് മുന്നിൽ. ബെസ്റ്റ് എങ്കിൽ ബെസ്റ്റ്, ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കട്ടെ. എന്തൊക്കെയോ തോന്നുന്നു. സന്തോഷവും ആവേശവും ഉന്മാദവും അർമാദവും എന്താ പറയേണ്ടതെന്നറിയില്ല. അമ്മയോട് പെട്ടെന്ന് കല്യാണക്കാര്യം പറയണം.